ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ മാങ്ങ റെഡി. മാമനിക്ക് മൈലാപ്പുരുകം அந்த மாமி கண்ட சித்திரக்கூடம். மாமனிக்கு மயிலாப்பூருகம் அந்த மாமி கண்ட சித்திரக்கூடம். பார்த்துக்கிட்டது மாம்பழத்தில் அழுகிக்கிட்டது ஆம்படத்தில். മാമനിക്ക് മൈലാപ്പൂരുകം அந்த മാമി കണ്ട ചിത്രക്കൂടം. അവസാനം 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് കൂട്ടി ബ്രെഡും കൂട്ടി കഴിക്കാം. കോഴി മാങ്ങ എന്ന് പറയും. കോഴിമാങ്ങയോ? അതന്നെ മാങ്ങയാ? അതോ മൾബറി മാങ്ങ, മൂവാണ്ടൻ മാങ്ങ, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അത്യാർത്ഥിക്കാർക്ക് ആദ്യം കൊടുത്തു പഠിക്കണമെന്നുള്ളൂ. 2 ചങ്കുള്ളവെന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഇരട്ടച്ചങ്ങൻ. ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഇരട്ട കൊമ്പൻ നാട്ടിലെ മാനിന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കി കൊല്ലൻ പണ്ടൊരു കത്തി. ആശാൻ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞോ? എൻ്റെ പൊന്നെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, എല്ലാവർക്കും ഞായറാഴ്ച വിശ്രമമായിരിക്കാം. ഞായറാഴ്ച എനിക്ക് അമിത തിരക്കായിരുന്നു. പണികളെല്ലാം തീർന്ന് ഒരു കുളിയും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് പറയാം ഒരു തരത്തിൽ. പക്ഷെ മറ്റൊരു തരത്തിൽ ഇനി ഇച്ചിരി പണിയും കൂടെ തീരാനുണ്ട്. ഇങ്ങനെ പണികളെ ഇനി പണിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ചാടിയിട്ടുണ്ട് വിദേശത്തുനിന്ന്. പുള്ളി 1 മണിക്കൂർ കഴിയുമ്പം മുന്തിയനം സാധനവുമായിട്ട് വരും. നമുക്കൊന്ന് ഘോഷിക്കാമെന്ന് പറഞ്ഞു. വിശിഷ്ടാതിഥിയാണ്. അപ്പം എൻ്റെ ക്ലാസ്മേറ്റാണ് പുള്ളി. വിദേശത്തുനിന്ന് വന്ന് ചാടിയതാ കഴിഞ്ഞ ദിവസം. അപ്പം അതിന് മുന്നോടിയായിട്ട് ടച്ചിങ് ഉണ്ടാക്കണം എന്നതാണ് എൻ്റെ അടുത്ത പരിപാടി. ടച്ചിങ് വലിയ മുന്തിയ സാധനമൊന്നും അല്ലെങ്കിലും അത് എനിക്കും എൻ്റെ കൂട്ടുകാരനും വളരെ മുന്തിയതാണ്. എന്നാ സാധനം? കോഴി മാങ്ങ എന്ന് പറയും. കോഴിമാങ്ങയോ? അതന്നെ മാങ്ങയാ? അതോ മൾബറി മാങ്ങ, മൂവാണ്ടൻ മാങ്ങ, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. കോഴിയുടെ ചങ്കും മാങ്ങായും ഇവിടെ കാവങ്കണ്ടത്തിൽ ചെന്നാൽ, കോഴിക്കടയിൽ ചെന്നാൽ കിട്ടും. കോഴിക്ക് മാങ്ങയുണ്ടല്ലേ? കോഴിയുടെ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിമാങ്ങ എന്ന് പറയും. അതായത് കോഴിയുടെ ആമാശയമാണ്. അതായത് പോട്ടി എന്ന് പറയാം. കോഴിപ്പോട്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അടുത്ത പരിപാടി. അപ്പൊ അത് കരളും പോട്ടിയും കൂടെ കൂടി കോഴി മാങ്ങ, ചങ്കും കരളും മാങ്ങയും കൂടെ ഒന്നിച്ചാണ് കിട്ടുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 1 കിലോയ്ക്ക് 80 രൂപയെ വിലയുള്ളൂ. 4 കിലോ മേടിച്ചാൽ എത്ര രൂപയാകും? 32 രൂപ, 320 രൂപയാകുള്ളൂ. 1 കിലോ പോത്തിറച്ചിക്ക് വില 450, 450 മുതൽ 500 വരെയാണ് വില. വന്ന് നിൽക്കും ആ രീതി വിലയാണ്. 4 കിലോ കോഴിമാങ്ങ കിട്ടും 320 രൂപയ്ക്ക്. അത് 4 കിലോ എടുത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ 2 കിലോ കോഴി മാങ്ങ തന്നെയായിട്ടും കിട്ടും, 2 കിലോ കരളും കിട്ടും. അതിൽ കോഴിയുടെ ഈ പോട്ടി, അതായത് മാങ്ങ തന്നെ ഞങ്ങൾക്കായിട്ട് കറി വെക്കും, വറക്കും. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചോറായിട്ട് ഉണ്ടാക്കും. മറ്റേത് വേവിച്ച് ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെക്കും. ആർക്കാണെന്നറിയാമോ? എൻ്റെ മൃഗങ്ങൾക്ക് വേണ്ടി. അവർക്ക് ആ കരള് കൂട്ടിച്ചിരി ഇട്ട് ചോറും വരികി അങ്ങ് കൊടുത്താൽ അവർ കൊടുക്കുന്ന ചോറ് മുഴുവൻ കഴിക്കും. അല്ലെങ്കിൽ അവർ വന്ന് ചോറെ നോക്കി വെച്ചിട്ടോ വീണ്ടും വേണ്ട ഇച്ചിരി തിന്നേച്ചിട്ട് അവര് മാറിപ്പോകും. നമുക്ക് അരിമാങ്ങ ഉണ്ടാക്കുന്നത് കണ്ടാലോ? അങ്ങനെ 2 ഗുണമാണ് കോഴി മാങ്ങ മേടിച്ചാൽ. ഒന്ന്, നമുക്ക് അതിനകത്ത് മാങ്ങ നമുക്കും കഴിക്കാം, മാങ്ങായി ചങ്കും നമുക്കും കഴിക്കാം. കരള് കറി വെച്ച് പട്ടിക്ക് ചോറ് കൊടുക്കുന്ന കൂട്ടത്തിലിട്ട് കൊടുക്കാം. പട്ടിയും പൂച്ചയും യഥേഷ്ടം അത് കഴിക്കും. എന്റെ പട്ടിയും പൂച്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാണ്ട് പ്രസവിച്ചു കേട്ടോ. അതിന് കുഞ്ഞുങ്ങളെന്തേ? ഞാൻ എടുത്തോട്ടെ. അതിലെ കാണണ്ടേ? കുഞ്ഞുങ്ങളെ 2 ആൺകുട്ടികളാ എന്റെ പാണ്ടൂരുണ്ടായേക്കും. ആണോ? നല്ല മിടുക്കന്മാരാണല്ലോ. അത് ശരി. പൂവെള്ള കുട്ടൻ. ഇത് ഞാൻ എൻ്റെ കുട്ടൻ്റെ മകനാ. ഇത് രണ്ടും കുട്ടൻ്റെ മകനാ. ഇത് പാണ്ഡുവിന്റെ വെള്ള കളറിലുണ്ടായി, ഇത് കുട്ടന്റെ ഒറിജിനൽ കളറിലുണ്ടായി. ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ? പിന്നെ ഇതിന്റെ ചാക്കരമാരല്ലേ. ഇവരെ കൊടുക്കാൻ പ്ലാനുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. നമുക്ക് ഇത്രയും പറമ്പും വീടും ഇത്ര ഇടകളില്ലേ, ഞാൻ ഇവരെ വളർക്കും. എൻ്റെ പൊന്നോമനകളായിട്ട് ഇവരെ വളർക്കും. ഞാൻ അതുപോലെ ഇവരെ നോക്കുന്നത്. നടക്കാറൊക്കെയോ? പിന്നെ നടക്കാറായി. ആണോ? വിട്ടേ, താഴെ വിട്ടേ. ഇതല്ലേ നടക്കാറായി, ചോറുണ്ണാറായി. ഇവർക്ക് പേരിട്ടോ? ഇവർക്ക് പേരിട്ടു. എന്നാക്കിയാ? ടട്ടു. ടട്ടു എന്ന് വിളിച്ചാൽ 2 പേരും ഒന്നിച്ച് പറഞ്ഞു. അതാണ് എൻ്റെ ആഗ്രഹം. ടട്ടൂന്ന് അല്ല ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ ശബ്ദം കേൾപ്പിച്ചാൽ ഇപ്പോഴേ ഇവർ വരും. പിന്നീട് നല്ല പേരിടാം. അല്ല, അതാ ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറമ്പിൽ ചെന്ന് വെച്ചാൽ ടട്ടു എന്ന് വിളിച്ചു കഴിയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കല്ലേ, ഇങ്ങനെ വിളിച്ചാൽ വരണം. അതാണ് ഞാൻ ലക്ഷ്യമിട്ടേക്കുന്നത്. മിടുക്കരല്ലേ?
മിടുക്കര ആ അരിമാങ്ങ ഉടനെ ഉണ്ടാക്കുന്നുണ്ടോ? എന്നാ നമുക്ക് മാങ്ങാക്കറി നോക്കാം. നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തേക്കാം. എന്നാ ഒരു വീഡിയോ എടുത്താലേ അരിമാങ്ങയുടെ ഒരു വീഡിയോ അല്ലേ അത്? ആശാന്റെ ആരാധകർക്ക് വേണ്ടി അല്ലേ? ഓക്കെ എന്നാ വാ. അപ്പൊ നമുക്കിത് ആദ്യം കഴുകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യങ്ങൾ. ഇത് എത്ര കിലോ ആയത്? ഇത് 2 കിലോ. 2 കിലോ മാങ്ങായും കാരണവും കൂടെ കൂടിയത്. അത് ഈ വേർതിരിക്കാനാണ് ഈ 2 പാത്രങ്ങൾ വെച്ചേക്കുന്നത്. ഇത് എല്ലാം തിരിയണം അല്ലേ? അപ്പൊ 2 കിലോ നമ്മൾ തിരിഞ്ഞാൽ 1 കിലോ മാങ്ങായും കിട്ടും, 250 ഗ്രാം ചങ്കും കിട്ടും, പോയിട്ട് 750 ഗ്രാം കരള് കിട്ടും. ആ കരള് കറി വെച്ച് ഇവർക്ക് വേണ്ടി വെക്കും. ഇവര് ഒരാഴ്ചത്തേക്കുണ്ട്. അത് 2 ഞൊറുമ്പിട്ട് കൊടുത്താൽ മതി. തന്നെ പച്ചക്കും തന്നെയല്ലേ? പച്ചയ്ക്ക് മാങ്ങായ കൊടുക്കും, കരള് കൊടുക്കല്ല. കരള് കൊടുത്താൽ പൂച്ചയ്ക്ക് തൂറ്റ് പിടിക്കും. ഓ അങ്ങനെയുണ്ടല്ലേ? എന്നാൽ നമുക്ക് തിരിയാം. അപ്പൊ ഇതാദ്യമായിട്ട് തിരിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്നുകൂടെ ഒഴുക്ക് വെള്ളത്തിൽ കഴുകണം. ഒഴുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഓരോന്നും കഴുകി വേണം നമ്മൾ. ഇപ്പൊ എടുത്തേക്കുന്നതാ ഇത് മാങ്ങ. അതാണ് മാങ്ങ പോട്ടി അല്ലേ? കോഴിയുടെ പോട്ടി. അതായത് കോഴിയുടെ ആമാശയം. അതാണ് അരിമാങ്ങ എന്ന് പറയുന്നത്. അരിമാങ്ങ എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഒഴുക്ക് വെള്ളത്തിൽ, കാരണന്മാരെ പറഞ്ഞു കേട്ടിട്ടില്ല, ഒഴുക്ക് വെള്ളത്തിൽ കഴുകണം. ഇതിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. ഒഴുക്ക് വെള്ളത്തിൽ നമ്മൾ ഇതിങ്ങനെ കഴുകി ഈ പാത്രത്തിലോട്ടിടുകയാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ ഇതിനകത്ത് ചങ്ക് ഇപ്പം നമ്മൾ ഇത് ചങ്ക് നമ്മൾ വേറെ പാത്രത്തിൽ ചങ്ക് ഇനിയിപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ വിടുക. ആദ്യമായിട്ട് ഇവരുടെ ആർത്തി തീരാൻ ഇവർക്ക് ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്നെ ചെവിത്തല കേൾപ്പിക്കല. ചെവിത്തല കേൾപ്പിക്കല. നമ്മുടെ ആദ്യം അത് കൊണ്ടേ തിന്നട്ടെ. അത്യാർത്ഥിക്കാർക്ക് ആദ്യം കൊടുത്തു പഠിക്കണം എന്നുള്ളൂ. ആശാൻ ഇതിനാ തിരയുന്നേ? ഇത് തിരയുന്നത് എന്നാന്ന് വെച്ചാൽ കയ്പ ഇതിനകത്തുണ്ടോയെന്നാണ് നോക്കുന്നത്. ചങ്കും കരളിനകത്ത് കയ്പ വരുവേ. കയ്പ ഉണ്ടോയെന്നാണ് സ്പെഷ്യലായിട്ടൊന്ന് നോക്കുന്നത്. ഓ അത് ഈ കയ്പ കിടന്നാൽ കഴിക്കും അല്ലേ? കഴിക്കും. അപ്പൊ നമ്മുടെ വാഷിങ് കഴിഞ്ഞു. ഇതിപ്പോ ആശാൻ പറഞ്ഞതുപോലെ ഈ അരിമാങ്ങ കൂടുതലുണ്ടല്ലോ ഇതിനകത്ത്. അതെന്നാന്നറിയോ? സാധാരണഗതിയിൽ മേടിച്ചാൽ പകുതി കരളും പകുതി ഇതേ കിട്ടുന്നു. ഞാനൊരു ഭാഗ്യവാനായതുകൊണ്ട് ഈ കച്ചവടത്തിൽ എനിക്ക് 200 ഗ്രാം ചങ്കും കിട്ടിയിട്ടുണ്ട്. 2 കിലോ അല്ല, 200 ഗ്രാം ചങ്കും കിട്ടിയിട്ടുണ്ട്. ഒരു 300 ഗ്രാമേ കരള് കിട്ടിയിട്ടുള്ളൂ. 1.5 കിലോയും നല്ല തൊണ്ടൻ ഇറച്ചി കിട്ടി. അരിമാങ്ങ കിട്ടി. ആശാനൊരു ഭാഗ്യവാനാണ്. അതെ, ഞാൻ ലഗ്നാൽ 9 ശുക്രനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുകയും ലഗ്നാൽ 11 ഗുളിക നിൽക്കുകയും ചെയ്യുന്നവനാണ്. ഇനി അടുത്ത പരിപാടി ആശാനെ? അടുത്ത പരിപാടി എന്തെന്ന് ചോദിച്ചാൽ ഇത് തുണ്ടമാക്കുകയാണ് അടുത്ത പരിപാടി. കഷ്ണമാക്കുക. ഇത് നടുവേ വെച്ച് 2 കഷ്ണമാക്കിയാണ്. ഇതാണ് ഫ്രൈ ചെയ്യുന്നത്. അതാണ് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ വേറൊരു പ്രധാന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇത് നെയ്യാണ്. ഈ വെളുത്ത് കാണുന്ന നെയ്യാണ്. മാങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയുടെ ആവശ്യമേ വരുന്നില്ല. ഉരുകി കഴിയുമ്പോൾ യഥേഷ്ട എണ്ണ നമ്മുടെ ചീനിച്ചട്ടിക്കകത്താവും. അത് ലാഭം. അപ്പോൾ 80 രൂപ മുടക്കിയാൽ, അപ്പോൾ 80 അല്ല 4 കിലോ മേടിക്കണ 320 രൂപ മുടക്കിയാൽ മതി. 1 കിലോ പോത്തിറച്ചി മേടിക്കുന്ന കാശിന് 5 കിലോ മേടിക്കുക. 5 കിലോ സാധനം മേടിച്ചാൽ ഒരു ആഴ്ചക്കാലം സമൃദ്ധമായി ഒരു വീട് കഴിഞ്ഞു. ഇതെവിടെ കിട്ടും? ഇത് കോഴിക്കോട്ട് കോഴി ഫാംകാരുടെ കടയുണ്ട് കാവുകണ്ടത്തിൽ. ഇത് സാധാരണ കടകളിൽ കിട്ടിയല്ലോ. സാധാരണ കടയില്ല, കാവുകണ്ടത്തിൽ കിട്ടും. കാവുകണ്ടത് മാത്രമേ ഉള്ളൂ അല്ലേ? കാവുകണ്ടത് ഉള്ളൂ. ആശാൻ ഈ കാണുന്ന മുട്ടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് രാവിലെ ബെഡ് കോഫിക്ക്. ഇത് ആനമുട്ടാന്ന് പറഞ്ഞു. ഇത് മുഴുത്ത മുട്ട, താറാമുട്ടയല്ല. ആനമുട്ടാന്നാണ് ഞങ്ങൾ പറയുന്നത്. ആനമുട്ട. 2 ഉണ്ണിയുണ്ട് അതിനകത്ത്. 2 ഉണ്ണിയുണ്ട്. മറ്റേത് ലഗോൺ മുട്ട. ഇത് സാധാരണ ലഗോൺ മുട്ട അല്ലേ? ലഗോൺ മുട്ട 1 ഉണ്ണിയേ ഉള്ളൂ. ലഗോൺ മുട്ടയ്ക്ക് 7 രൂപ വിലയാണ്. ആനമുട്ടയ്ക്ക് 6 രൂപ വിലയാണ്. രാവിലെ ബെഡ് കോഫിക്ക് 1 മുട്ട പുഴുങ്ങിയതും കട്ടൻ കാപ്പിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. എന്തൊരു സുഖമാണെന്നറിയാമോ? ഇതെവിടെ കിട്ടും ഈ ആനമുട്ട? കാവുകണ്ടത്തിലെ കോഴിക്കടയിൽ കിട്ടും.
ആശാന്റെ എളിയിലുള്ള കത്തിയല്ലേ ഇത്? അതെ അതെ. ഇത് എപ്പോഴും കാണാലോ എളിയിൽ. പറമ്പി പണിക്ക് ഇറങ്ങിയ ഒന്ന് വെട്ടരുവ കാണും, അല്ലെങ്കിൽ നമ്മുടെ ഇവൻ കാണും എപ്പോഴും കയ്യിൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ മാനിന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കി കൊല്ലൻ പണ്ടുണ്ടാക്കിയ കത്തി. ഇന്ന് ഇതുപോലത്തെ കത്തിയോ ഒന്നും കാര്യങ്ങൾ കിട്ടുകയില്ല. ഇതൊക്കെ എൻ്റെ വല്യപ്പൻ ആയിട്ടുണ്ടാക്കി കത്തികളാണ്. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണ്. അപ്പം നമ്മുടെ മാങ്ങ ഞുറുക്ക് കഴിഞ്ഞു. ഇനി മാങ്ങയ്ക്കകത്തേക്ക് ശംഖും കൂടെ എടുത്തിടുകയാണ് അടുത്ത പരിപാടി. പോയിട്ട് നമ്മളെ പൂജയ്ക്ക് പട്ടിക്ക് ഇത്രയും സാധനങ്ങളുള്ളൂ. ഇത്രയും സാധനം നമുക്ക് മനുഷ്യനുള്ളതാണ്. ഇനി ഇതിനകത്ത് ചേരുവകൾ ചേർക്കാനാണ് അടുത്ത പരിപാടി. എന്നാൽ ചേരുവ ചേർത്തും എന്നാ ആദ്യം ചേർക്കണേ? ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി. മഞ്ഞപ്പൊടിയല്ല. മഞ്ഞൾപ്പൊടി. ഒറിജിനൽ മഞ്ഞൾപ്പൊടി അല്ലേ? മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ തന്നെ പറമ്പിലെ മഞ്ഞൾ നമ്മൾ തന്നെ പൊടിച്ചു വെച്ചേക്കുന്നത് മഞ്ഞൾ പൊടി. ഇതിങ്ങനെ ഇട്ടാൽ അത് ഒരിടത്ത് തന്നെയാകും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ കയ്യിലെടുക്കണം. എടുത്ത് ഇങ്ങനെ എല്ലായിടത്തുമായിട്ട് ഇടണം. അപ്പം ഒരു സ്പൂണോടെ ഇടണം, കാരണം മാങ്ങ കൂടുതലുണ്ട്. മഞ്ഞൾ പൊടി ഇടുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞൾ സകല വിഷങ്ങളായി മാറ്റും. അപ്പം അങ്ങനെ മഞ്ഞൾ പൊടി ഇട്ടു. ഇനി അടുത്ത പൊടി കരളിനകത്ത് വിടണം. കാര്യം മൃഗങ്ങൾക്കാണെങ്കിലും ഞാൻ അതെല്ലാം അത് അന്തസ്സായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലാതെ എങ്ങനെയും തിന്നച്ച് പോകാൻ വേണ്ടി അല്ല കൊടുക്കുന്നു. അപ്പോൾ അതങ്ങനെ ഇട്ടു. ഇനി അടുത്തത് നമ്മൾ ഒരിച്ചിരി മുളക് പൊടി ഇടുക. ചില്ലി മുളക് പൊടി ഇതുപോലെ നമ്മൾ ഇത് മാങ്ങ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ 2 സ്പൂൺ തട്ടിയിട്ട്. അത്യാവശ്യം എരിവ് ഇരുന്നുണ്ടല്ലേ? ഇച്ചിരി എരിവ് വേണ്ട. നമ്മൾ മറ്റേ പാർട്ടി വരികയിലെ മുന്തിയെല്ലാം സാധനമായിട്ട് ഇത് മൃഗങ്ങൾക്കാണേലും അവർക്ക് ഒരു 3/4 സ്പൂൺ. അവർക്ക് എരിവ് വേണോ? അവർക്ക് ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ ഒരു രുചി വരുള്ളൂ. ഇനി അടുത്തത് ഉപ്പിടലാണ്. ഇട്ട സാധനം ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേടി നമ്മുടെ പൊടി പോവുകയല്ലേ. കാശ് മുടക്കി മേടിക്കുന്നതല്ലേ. അപ്പം അങ്ങനെ ചുമ്മാ ഉണ്ടാകുമോ? അത്ര ഉപ്പ് വേണോ? ഉപ്പ് കൂടി പോവോ? ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് കൂട്ടാം. താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കുറഞ്ഞാൽ കൂട്ടാൻ, കൂടിയാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൃഗങ്ങൾക്ക് വേണോ ഉപ്പ്? മൃഗങ്ങൾക്ക് ഉപ്പ് മസ്റ്റായിട്ട് വേണം. ഇല്ല, മൃഗങ്ങൾക്ക് ഈ സോഡിയം ഒക്കെ ഉണ്ട്. മൃഗങ്ങൾക്കും അവരാരോഗ്യവാന്മാരായിട്ടിരിക്കണമെങ്കിൽ ഉപ്പ് വേണം. അപ്പോൾ അത് ഇനിത്തെ കാര്യമാണ് ഇത് ചിക്കൻ മസാല. ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല വേണം. ചിക്കൻ മസാല 2 കിലോയ്ക്ക് അര കൂടുവാണ്. 2 കിലോയ്ക്ക് അര കൂടുവാണ്. ചിക്കൻ മസാല ഇട്ടാൽ പിന്നെ സാധാരണ മുളക് പൊടി ഇടേണ്ടതല്ല. പിന്നെ നമ്മൾ പട്ടിക്കും പൂച്ചയ്ക്കാണെങ്കിലും ഒരിച്ചിരി ഇടുക. അവരും പാവങ്ങളല്ലേ, അവരും രുചിയായിട്ട് തിന്നട്ടെ. അപ്പം അതാണ് അതിൻ്റെ ഇത്. ഇനിത്തെ പരിപാടി എന്തെന്ന് ചോദിച്ചാൽ ഇത് കുരുമുളക് പൊടിയാണ്. എന്നാൽ എരിവ് കുറയ്ക്കുന്നില്ല. എരിവ് കുറയ്ക്കുന്നില്ല, കാരണം മുന്തിയെല്ലാം സാധനമായിട്ട് ഉള്ളി വരുമ്പം സംഗതി എരിവില്ലെന്ന് പറഞ്ഞാൽ ശരിയായ. തൽക്കാലം ഇങ്ങനെ പൊട്ടിച്ച് ഇവിടെ ചാരി വെക്കുക. അതിപ്പോൾ ഇടുന്നില്ലേ? അതിപ്പോൾ ഇടുന്നില്ല. അതാണ് പഠിക്കേണ്ടത്. അവസാനം മാങ്ങായ്ക്കകത്ത് അത് അവസാനം എണ്ണ ഒഴിച്ച് ഒലത്തുമ്പോൾ ആണത് ഇടുന്നത്. അപ്പം നമുക്ക് ഇനി കഥയിലേക്ക് കിടക്കാം. എന്നാൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ മിക്സിങ് കഴിഞ്ഞു. ഇതിൻ്റെ മാങ്ങ ഇനി നമ്മുടെ മൃഗങ്ങൾക്ക് പോകും. ഈ കച്ചവടത്തിൽ ഇന്ന് ഞാൻ ഭയങ്കര ഭാഗ്യമായിപ്പോയി. കഴിഞ്ഞ ദിവസത്തെ കച്ചവടങ്ങളിൽ ഇതുപോലെ ഭാഗ്യമായിരുന്നു. നേരിയ കരളെ കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ മാങ്ങായാണ്. ആശാനായിട്ട് സ്പെഷ്യലായിട്ട് തരുന്നതാണോ? അല്ലല്ല, അവര് അങ്ങനെ അലമാരി നീ എടുത്തു തരിക. അതെല്ലേ? അത് നമ്മുടെ ഗുളികൻ 11 നിൽക്കുകയും ലഗ്നാൽ 9 ശുക്രനും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ്. തീറ്റ ഭാഗ്യമുണ്ട്. ഏത് പ്രതിബന്ധം വന്നാലും ആരെയും നമ്മളെ സഹായിക്കാൻ പറ്റും. ഞാൻ നശിച്ചു പോകുന്നില്ലല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം വന്നാലും നല്ല മുഖപ്രസാദത്തോടെ, നല്ല രാജകീയ പ്രൗഢിയോടെ ഞാൻ ജീവിച്ചു പോകുന്നില്ലേ?
അപ്പടിക്കോട് പോട് പോട് അത്തിപ്പോട് കണ്ണാളേ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എടുത്ത് അപ്പൊ ഇത് വേവിക്കണം. ഇത് കൂടുതലുള്ളതുകൊണ്ട് കുക്കർ ഇച്ചിരി വട്ടം കൂടി അടുപ്പേ വെക്കുക. ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ടും കുഞ്ഞു ചെരുവായതുകൊണ്ടും ഈ പുള്ളിക്ക് ഈ അടുപ്പ് മതി. ഇന്നത്തെ കഥ എന്തെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു നേരിയ വെള്ളം ഒഴിക്കും. ഇതുണ്ടോ, ഇതുവരെ ഇങ്ങനെ ലെവലിൽ നിൽക്കണം. ഇതിനകത്ത് ആവശ്യമുണ്ട് വെള്ളമുണ്ട്. നമ്മൾ തീ കൊടുക്കും. ഒന്നിങ്ങനെ വെള്ളത്തിൽ പാകത്തിനൊന്ന് മുങ്ങിക്കിടക്കത്ത പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മൊത്തം വേഗണം നന്നായിട്ടല്ലേ? വേഗം. അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കൂട്ടൊരു പാത്രം എടുത്ത് ഇതിങ്ങനെ മൂടി വെക്കും. മൂടിയാൽ മാത്രം പോരാ, ഇത് 1 കിലോ കട്ടിയാണ്. ഇതാണ് പണ്ടത്തെ, ഇന്നല്ലേ ഇലക്ട്രോണിക് ത്രാഷൊക്കെ വന്നത്. ഇതാണ് പണ്ടത്തെ 1 കിലോ കട്ടി. ഈ കട്ടി ഇങ്ങനെ തോർത്തിനകത്തൊക്കെ പൊതിഞ്ഞ് പോലീസ് സ്റ്റേഷനിലൊക്കെ പണ്ട് ഇടിക്കുമായിരുന്നു. അപ്പൊ ഇത് വെച്ച് മൂടി. ഇപ്പൊ ഒരു പ്രഷർ കുക്കറിന്റെ സംവിധാനമാണ് ഇപ്പൊ ആശാൻ ചെയ്തു വെച്ചേക്കുന്നത്. പ്രഷർ കുക്കറിന് പകരം ഇനി ഇത് മൂടുകയാണ്. ഇവിടെ ഒരു 500 ഗ്രാം കട്ടി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ആരും കള്ളന്മാർ വന്നിട്ടില്ലല്ലോ. കിട്ടിപ്പോയി. അപ്പം കുഞ്ഞു പാത്രക്കാരനായതുകൊണ്ട് ഈ 500 ഗ്രാം കട്ടി മതി. അപ്പം ഇത്രയായാൽ തൽക്കാലം നമ്മുടെ പരിപാടി തീർന്നു. ഇനി വാച്ചാൻ തോന്നും. ഇപ്പം 5:50 സമയം. ഇനി 6:15 ഇളക്കിയിടണം. പിന്നെ 5 മിനിറ്റ് വന്ന് 2 പ്രാവശ്യം കൊണ്ട് ഇളക്കുന്നതോടെ 6:30 എണ്ണ ഒഴിച്ച് കുരുമുളക് ഇട്ട് നമ്മുടെ സംഗതി റെഡി. മനസ്സിൽ നീയിരിക്കരുതേ, അഴകായ മനസ്സിൽ നീയിരിക്കരുതേ. ആശാൻ ഇത് ആനമുട്ടയാന്ന് പറഞ്ഞില്ലേ? ഇതിനകത്ത് 2 ഉണ്ണി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണിക്കാമോ? അതിനിപ്പോ എന്നാ, നമ്മുടെ അതിനാണ് ഈ കുഞ്ഞു പാത്രം. ഇതാണ് നമ്മുടെ നോൺ സ്റ്റിക്കാന്നൊക്കെ പറയുള്ളൂ. പക്ഷെ അല്പം എണ്ണ ഒഴിക്കണം. സാറിന് ബുൾസൈയാണോ ഓംലെറ്റാണോ? ബുൾസൈ ആയിക്കട്ടെ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എണ്ണ. എത്ര ഒഴിക്കുന്നു? കാര്യം നോൺ സ്റ്റിക്കിൽ എണ്ണ വേണ്ടെന്നൊക്കെ പറയും. പറച്ചില് പുസ്തകത്തിലെ പശു പുല്ല് തിന്നു കിടന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇനി നമ്മൾ തീ കത്തിക്കും. നമ്മുടെ ഡബിൾ ഉണ്ണി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഡബിൾ ഉണ്ണി ഇല്ലെങ്കിൽ നിങ്ങൾ മുട്ട മുഴുവൻ എടുത്തോണ്ട് നോക്കൂ. ഈ ഡബിൾ ഉണ്ണിയുള്ള ആനമുട്ടയ്ക്ക് വില 6 രൂപ. ഈ കുഞ്ഞ് നെല്ലിക്ക സൈസ് മുട്ടയ്ക്ക് വില 7 രൂപ. ഇത് 1 ഗ്ലാസ് കടുങ്കാപ്പി, ഇതും പുഴുങ്ങി 1 ഗ്ലാസ് കടുങ്കാപ്പിയും കുടിച്ചാൽ നമുക്ക് 100 റവർ വെട്ടി കഴിയുമ്പം പിന്നെ നമുക്കൊരു ചെറിയൊരു ക്ഷീണം തോന്നും. ഒഴിക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 2 ഉണ്ണിയുണ്ട്. കണ്ടോ മാജി? ടീച്ചറെ കുറച്ച് ഇടണം. കൊള്ളാം. ഇനി പുളിസി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് പറയട്ടെ. പുളിസി ഉണ്ടാക്കുമ്പോൾ ഇനി 2 തുള്ളി ഉപ്പൊഴിക്കണം. ഉപ്പൊഴിക്കണം. അപ്പൊ സമ്മതിച്ചോ? 2 ഉണ്ണി സമ്മതിച്ചു. 2 ചങ്കുള്ളവെന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞ പോലെയാണ് ഇരട്ടക്കൊമ്പൻ. അതുപോലെയാണ് ഇരട്ട ഉണ്ണി. ഞാൻ ചുമ്മാ കണകണ വർത്താനം പറയുന്നത് എന്നാണോ പുറത്തോട്ടിരുന്നത്? ഇതുവരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടോ? ഒരു കാര്യം തെറ്റില്ല. എന്നാ നമുക്കിത് കൈകാര്യം ചെയ്യാം. ഇനി ഇതിന്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല വൃത്തിയുള്ള ഇത് കഴുകി ഫസ്റ്റായിട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് ഇളക്കണം. ഇങ്ങനെ ഗിജുഗിജ ഉണ്ണി പൊട്ടും ഇങ്ങനെ അല്ലെങ്കിൽ അടി പിടിക്കും. ഗിജുഗിജ എന്ന് ഇളക്കണം. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഇങ്ങോട്ട് ഊറ്റി കഴിഞ്ഞാൽ സാറിന് ഒരു സ്പൂണിട്ടങ്ങ് തരിക. പോരാ, പെപ്പർ പൊടി ഇടണം. അപ്പം സാറേ 6:15 അപ്പൊ നമുക്ക് ഒന്ന് ഇളക്കിയിടാൻ സമയമായി. ഒന്ന്
തീ കെടുത്തി അല്ലേ? തീ കെടുത്തി. എന്തെന്ന് ചോദിച്ചാൽ ആയെങ്കിൽ പിന്നെ വേണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് ഇളക്കിയിടാം. ആയോ? ഈ മാങ്ങയെ സംബന്ധിച്ച് ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതൽ നേരം വേകുന്നത് തന്നെയാണ് നല്ലത്. എന്നാലും ഇത് നല്ല പാകത്തിനായിട്ടുണ്ട്. എന്നാലും 5 മിനിറ്റ് കൂടെ കിടന്നോട്ടെ. ഇത് ഇനി കരളിൻ്റെ കാര്യമൊന്നും നോക്കാം. കരളിൻ്റെ കുളിരേന്ന് കേട്ടിട്ടില്ലേ? ഈ കരളെല്ലാം മൃഗങ്ങൾക്ക് അത് പാകത്തിനായി കഴിഞ്ഞു. അത് പാകത്തിനായി, ഇനി ഒന്നും ചെയ്യണ്ട, വെള്ളം പറ്റി എല്ലാം ആയി പറ്റിയല്ലേ? വെള്ളം എല്ലാം പറ്റി. ഇനി ഇപ്പം ഇത് കരളിനെ സംബന്ധിച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി അങ്ങ് വെച്ചാൽ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ തലക്കുളങ്കാരുടെ അസൽ വെളിച്ചെണ്ണ എടുത്തു. വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചു. മൃഗങ്ങൾക്കാണേലും നമ്മൾ രുചികരമായി ഉണ്ടാക്കി കൊടുക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ മൃഗങ്ങളെ വളർത്തുന്നത് എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്, അല്ലാതെ ഒരു വേണ്ടാത്ത സാധനത്തിനെ വളർക്കുന്നതായിട്ടല്ല ഞാൻ വളർന്നത്. അപ്പം നമ്മൾ ഈ കരള് നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചു ഇങ്ങനെയൊന്ന് ഇളക്കി ഒന്ന് വെച്ചു. ഇത്രയും പരിപാടി, കരളിൻ്റെ പരിപാടി തീർന്നു. ഇത്രയും കരളുണ്ടെങ്കിൽ ഒരാഴ്ച കാലം എൻ്റെ നായ്ക്കളും എൻ്റെ പൂച്ചകളും സുഭിക്ഷമായി, അതാണ് എൻ്റെ പൂച്ചപാത്രം വെച്ചേക്കുന്നു, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചോളൂ. അപ്പം നമ്മൾ ഈ ഇതിലേക്കാണ് കിടക്കുന്നത്. ഒരു പിടിക്ക് 2 പക്ഷി. നെയ്യപ്പം നിന്നാൽ 2 ഉണ്ട കൊണ്ടെന്ന് കഴിഞ്ഞ പിടിയായി പറഞ്ഞതുപോലെ ഒരു പിടിക്ക് 2 പക്ഷി. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഇത് വെന്തതൊക്കെയാണ്. അപ്പം നമുക്ക് ഇത് ഇച്ചിരി തലക്കുളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചേക്കാം. ഒരു നേരിയത് മതി. കാരണം എന്തെന്ന് ചോദിച്ചാൽ മേമ്പൊടിക്ക് മതി. കാരണം മാങ്ങ ഉരുകി കഴിഞ്ഞ് മൊത്തം എണ്ണയാണ്, നെയ്യാണ് അല്ലേ? മൊത്തം നെയ്യാണ്. ഈ നെയ്യ് ഊറ്റി പാത്രത്തിൽ വെച്ചിട്ട് അതും പട്ടിക്ക് കൊടുക്കും. അതിനിപ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് ഇപ്പോൾ ചെയ്യുന്നതാണ്. ടെക്നിക്കിൻ്റെ ബിരുദനാണ് നമ്മൾ. എന്നതിൻ്റെ ടെക്നിക്കിൻ്റെ ബിരുദനാണ് ഇത്. ഇതിനകത്ത് ഇച്ചിരി ചാറ് കുറവല്ലേ, ഇതിൽ ഇച്ചിരി ചാറ് കൂടുതലാണ്. അപ്പോൾ ഇച്ചിരി ചാറെടുത്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് എണ്ണയാണ്. ഇതിൽ നമുക്ക് കൂടുതലുള്ളതങ്ങ് മാറുകയും ചെയ്യും. മനസ്സിലായോ? സംശ അപ്പം നമ്മളിത് ഇളക്കുകയാണ്. ഇനി അടുത്ത പരിപാടിയാണ് നമ്മുടെ മേമ്പൊടിയായ ഈ പണി തീർന്നു കേട്ടോ. എൻ്റെ മൃഗങ്ങൾക്കുള്ള പരിപാടി തീർന്നു. അപ്പോൾ നമ്മളിത് ഇതിലാണ് ഇനി അടുത്ത പരിപാടി. കുരുമുളക് പൊടി, പെപ്പർ, ഇതിങ്ങനെ തൂളി കൊടുക്കുകയാണ്. ലേശം കൂടുതൽ തൂളുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവശ്രീകരമായിട്ടാണ് പുള്ളി വരുന്നത്, എൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി കൂടുതലങ്ങ് തൂളി. നല്ല എരിവ് വരുന്നുണ്ട്. പുള്ളി ഇച്ചിരി എരിവിൻ്റെ ആളാണ്. പുള്ളിയുടെ ആളാണേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ മൂടി വെക്കുകയാണ്. ഇപ്പം മണി 6:20. ഇത് 6:30 സംഗതി റെഡി. പിന്നെ നമുക്ക് കഴിക്കാം. ഏതായാലും ആ പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും സാറിനും ഇച്ചിരി തന്നിട്ടേ ഞാൻ വിടുകയുള്ളൂ. എനിക്ക് പോകാൻ നേരമായി. 6:20 6:30 കൂടെ 2 കഷ്ണം കൂട്ടി. ബ്രെഡുണ്ട്. ബ്രെഡൊക്കെ യഥേഷ്ടം മേടിച്ച് വെച്ചേക്കുന്ന ഒരു വീടാണ്, ദാരിദ്ര്യ വീടല്ല. കണ്ടോ, ബ്രെഡ്, റസ്ക്, ഏത്തപ്പഴം ഒക്കെ ഇരിക്കുന്നത് കണ്ടോ. നമുക്ക് അതും കൂട്ടി ബ്രെഡും കൂട്ടി കഴിച്ചിട്ട് പോകാം. അപ്പോൾ 6:15 കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള 5 മിനിറ്റ് നമ്മൾ വിലയേറിയതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ മൂട തുറക്കുകയാണ്. ഞാൻ ഗ്യാസ് കുറച്ചിട്ടു, മൂട തുറക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് പാകത്തുള്ള സംഗതിയായി. ഇനി നമ്മൾ ഒന്നുകൂടെ ഇളക്കുകയാണ്. അവസാന നിമിഷങ്ങളായി. ഭക്ഷണം കഴിക്കാനുള്ള ബ്രെഡും കൂട്ടി ഇവനെ കഴിക്കാനുള്ള അവസാന നിമിഷങ്ങൾ അടുത്തെത്തി. അതുകൊണ്ട് ഇനി ഇത് തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. ഇനി മൂടി വെക്കണ്ട. ഇനി തുറന്നു വെച്ച് തീ കുറച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പം സംഗതി റെഡി. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ മാങ്ങ റെഡി. മാമനിക്ക് മൈലാപ്പുരുക്കം, அந்த மாமி கண்ட சித்திரக்கூடண்டாமோ. மாமனிக்கு மயிலாப்பூருக்கம், அந்த மாமி கண்ட சித்திரக்கூடண்டாமோ. பார்த்துக்கிட்டது மாம்பழத்தில், அழுகிக்கிட்டது ஆம்படத்தில்.
മാമനിക്ക് മൈലപ്പുരുക്കം മാമി കണ്ട ചിത്രക്കൂടണ്ടം. അപ്പൊ സാറേ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് കൂട്ടി ബ്രെഡും കൂട്ടി കഴിക്കാം. സാറ് വെയിറ്റ് ചെയ്യാമെങ്കിൽ എൻ്റെ സുഹൃത്ത് ശിവശ്രീകലുമായിട്ട് വരുമ്പോൾ അതും കൂട്ടി കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.